നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ആക്സിഡൻസ് ആണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഫയർ ആക്സിഡൻസ് നടക്കുന്നുണ്ട്. അതെ, ഫോർ എക്സാമ്പിൾ തൃശ്ശൂർ നടന്നു, ആന്ധ്രാപ്രദേശ് നടന്നു, ONGCയുടെ ഫയർ വെൽ എത്തിയില്ലേ, പിന്നെ ഇപ്പൊ ഒരു ഗോവയിലെ നൈറ്റ് ക്ലബ്ബ്, സ്വിറ്റ്സർലൻഡിലെ ക്ലബ്ബ് 1-ാം തീയതി ന്യൂ ഇയറിനന്ന് ഉള്ള വാർത്തയായിരുന്നു. അതെ, അപ്പം അതിൽ 10-40 പേര് മരിക്കുകയും ചെയ്തു. നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെയും എല്ലാ വർഷവും കുറെ ഫയർ ആക്സിഡൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മളുടെ കാറുകൾ ഓടി നടന്ന് കത്തുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഓലയുടെ സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കത്തുന്നുണ്ട്. ചിലര് മണ്ണെണ്ണ വെച്ച് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനല്ല, എന്നാലും അത് ഓടുമ്പോ കത്തുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ എന്താ ടാറ്റയുടെ നെക്സൺ കത്തി. ഇപ്പം ഈവികൾ മാത്രമല്ലെന്നേ, നമ്മുടെ ഡസ്റ്റർ പോലുള്ള ഡീസൽ വാഹനങ്ങൾ, ജാഗ്വാർ, കുസായിട്ടുള്ള ഒരു ജാഗ്വാർ കത്തിയായിരുന്നു. അത് ഒരു തെറ്റിദ്ധാരണയാണ് EV ഓടിയർന്ന് കത്തുന്നുള്ളത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കത്തലുണ്ടാവുന്ന അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാവുന്ന കാറുകൾ ഈ പറയുന്ന കമ്പഷൻ വെഹിക്കിൾ തന്നെയാണ്. അപ്പം എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ എന്താണ് ഇതിന്റെ ബാക്കിലെ സയൻസ്? നമ്മുടെ ഈ തീപിടുത്തത്തിന്റെ ബാക്കിലെ സയൻസ് എന്താണ്? ശരിക്കും ഈ നമ്മൾ എപ്പോഴും ഫയർ ആക്സിഡൻസ് എന്ന് പറയത്തില്ലേ, ഇതൊരിക്കലും ആക്സിഡൻസ് അല്ല. ശരിക്കും ഫയർ സയൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ എപ്പോഴും പ്രെഡിക്റ്റബിൾ ആണ്. അതൊരിക്കലും അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിനെ അൺപ്രെഡിക്റ്റബിൾ ആക്കുന്നത് നമ്മുടെ ഹ്യൂമൻസിന്റെ നെഗ്ലിജൻസ് തന്നെയാണ്. നമ്മൾ അത് സംഭവിക്കുന്നില്ല എന്നൊരു നോർമൽ ബയസിൽ അങ്ങ് എടുക്കും. ശ്രദ്ധിക്കാറില്ല. അതെ, നമ്മുടെ അശ്രദ്ധ. അതെ, ഏറ്റവും വലിയൊരു കാര്യം. കാരണം തീ ഉണ്ടാവേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഫ്യൂവൽ, രണ്ടാമത് ഹീറ്റ്, 3 ഓക്സിജൻ. ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഡീസൽ, പെട്രോൾ, അങ്ങനെ എന്തുവാം, ഗ്യാസിന് എന്ത് പെട്രോളിയം പ്രൊഡക്ട്സും ആവാം. നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ചുറ്റും ഈ പറയുന്ന 3 കാര്യങ്ങളും അബണ്ടന്റ് ആയിട്ട് കിട്ടും. ഓക്സിജൻ നമ്മുടെ ചുറ്റും ഉണ്ട്. നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിനുള്ള ഫോം, പ്ലാസ്റ്റിക്, ഇൻസുലേഷൻ, സിന്തറ്റിക് ഫൈബേഴ്സ്, ഇതെല്ലാം ബേസിക്കലി പെട്രോ കെമിക്കൽ ഗുഡ്സ് ആണ്. ഇതിലെല്ലാം തന്നെ ഫ്യൂവൽ ഉണ്ട്. അപ്പം മോഡേൺ ബിൽഡിങ്സ് എല്ലാം തന്നെ ഒരു ഫ്യൂവൽ ടാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നേരത്തെ ബിൽഡിങ്ങിന്റെ അകത്ത് ഈ പ്രശ്നമില്ല? ഇല്ല, നേരത്തെ പഴയ കാലത്തെ ബിൽഡിംഗ് എടുക്കുക. നമ്മൾ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? ബിൽഡിംഗ് കെട്ടാനുള്ള സിമെന്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ കൂടി വന്നാൽ നമ്മൾ തടിയെ യൂസ് ചെയ്യത്തുള്ളൂ. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഫോമോ സ്പോഞ്ചോ പ്ലാസ്റ്റിക്കോ ഒന്നും ട്രഡീഷണൽ സൊസൈറ്റീസ് നമ്മൾ കാണില്ല. നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അതെ, കുറവായിരിക്കും. ഇതിന്റെ ഒരു നൈറ്റ് ക്ലബിന്റെ അകത്ത് അതിന് തീപിടുത്തം ഉണ്ടായതിന്റെ കാര്യം അവർ ആ സ്പാർക്ലേഴ്സ് യൂസ് ചെയ്തപ്പോൾ അക്കൗസ്റ്റിക്സിന്റെ സ്പോഞ്ചിൽ പിടിക്കുകയും അവിടെ നിന്നാണ് ഉണ്ട്. പക്ഷെ ഈ തീപിടുത്തത്തിനെ കാട്ടി കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ആൾക്കാർ മരിക്കുന്നതെന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന സ്മോക്ക്, പുക, അത് ശ്വസിച്ചിട്ടാണ് ആളുകൾ മരിക്കുന്നത്. അതെ, അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാലേ, ഈ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ വുഡൊക്കെ ആയിരുന്നത്, ഇത് പതുക്കെ സ്ലോ ആയിരുന്നു ഇതിന്റെ ബേണിങ്. അപ്പം ഈവൻ കത്തിയാൽ പോലും ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാനുള്ള ടൈമും കിട്ടും. ഇതിൽ നിന്ന് വരുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഇറങ്ങി ഓടാനുള്ള ടൈമും കിട്ടും. ആ ഗ്യാസ് കോമ്പൗണ്ട്സ് ഇല്ലേ, ഇത് നാച്ചുറൽ ആണ്. പിന്നെ ബിൽഡിങ്ങുകൾക്ക് ഇത്രയും പൊക്കമില്ല, ഓടുമ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിട്ടും. അതേസമയം ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എല്ലാം തന്നെ പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സ് ആണെന്ന്. അപ്പൊ ഈ പ്രൊഡക്ട്സിൽ നിന്ന് വരുന്ന പുകയെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സയനൈഡ്, ഡയോക്സിൻസ് ഒക്കെയാണ്. അപ്പം മെയിൻലി ആൾക്കാർക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇറങ്ങി ഓടാനുള്ള എനർജി പോലും അവർക്ക് കാണത്തില്ല. ഇതെല്ലാം ശ്വസിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിജൻ ബ്ലോക്കേഡ് ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ സയനൈഡും നമ്മുടെ അകത്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിന്റെ രീതി മാറില്ലേ? കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പം ദാറ്റ് ലീഡ്സ് ടു ആസ്ഫിക്സിയേഷൻ ആൻഡ് ഡെത്ത്. അതെ, ഒരു നോർമൽ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നോട്ട് നമുക്ക് അത് ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബേസിക്കലി അത് ശ്വസിച്ചതിൽ നിന്നും നമ്മൾ അബോധാവസ്ഥയിലേക്ക് എത്തിയേക്കാം. ശരിക്കും നമ്മൾ ജീവനോടെ അവിടെ ജീവൻ ഇല്ലാതായി തീരുകയാണെങ്കിൽ അപ്പോ അതൊരു വളരെ ഭയങ്കര ഒരു മോശമായ അവസ്ഥയാണ്. അതെ അല്ലേ? അതാ, തീർച്ചയായിട്ടും. അപ്പം പിന്നെ ബേൺസ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ഏരിയ ആണ്. നമുക്ക് പിന്നീട് ഒരു പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം ബേൺസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ നമുക്ക് അടുത്തൊരു കാര്യം, നമ്മുടെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അതേ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ അകത്ത് ഈ എന്താ പറയാ, ഫയർ വരുമ്പം എക്സിറ്റ് ആവുന്ന രീതി, അതൊക്കെ ബേസിക്കലി കൂടുതൽ കൂട്ടിയാലൊക്കെ ശരിയാവില്ലേ? ഇതില് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അത് കുറച്ച് കൾച്ചറൽ ബിഹേവിയറിന്റെ ഇഷ്യൂസ് ഉണ്ട്. നമ്മളിപ്പം ഓൾറെഡി നമുക്കറിയാം, നമ്മളൊരു പാർട്ടിക്ക് പോവാണ്, നമ്മളൊരു ഫംഗ്ഷന് പോവാണെങ്കിൽ ഇത്രയും ക്രൗഡ് അവിടെ കാണും. അപ്പം നമ്മുടെ ഒരു കൾച്ചറൽ ബിഹേവിയർ ആദ്യമേ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത്ര കൺജസ്റ്റഡ് ആയിട്ടൊരു സ്പേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ രക്ഷപ്പെടാനുള്ള വഴി ആദ്യമേ നോക്കി വെക്കണം. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബിഹേവിയർ ചേഞ്ച് ആണ്. ഇപ്പം 2014 സ്വച്ഛ് ഭാരത് കൊണ്ടുവന്നു. സ്വച്ഛ് ഭാരത് കൊണ്ടുവന്നപ്പോൾ ഗവൺമെന്റ് ഏറ്റവും എടുത്തു പറഞ്ഞത് ഇതൊരു ബിഹേവിയർ ചേഞ്ച് പ്രോഗ്രാം ആണെന്നാണ്. തീർച്ചയായിട്ടും മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുക. അപ്പം ആദ്യം ചെയ്യേണ്ടത് അതാണ്. പിന്നെ നമ്മൾ കൂടുതൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഫ്ലേമബിലിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പം എക്കണോമിക്സും പൈസയും കാര്യങ്ങളും നമ്മുടെ ഈസിനെസ് ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ കംഫേർട്ട് ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കാര്യം മറക്കും. നമ്മൾ ഒരുപാട് സോഫ സെറ്റ്സ് വാങ്ങിച്ചിടും. ആക്ച്വലി ഇതെല്ലാം പെട്രോ കെമിക്കൽ പ്രൊഡക്ട്സ് ആണ് നമ്മൾ വീട്ടിലിടുന്നത് പോലും, സോഫ അങ്ങനെയുള്ളതൊക്കെ. സോ ഇതിലേക്കൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട്സ് ഒക്കെ ആണെങ്കിലും ചീപ്പ് വയറിംഗ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ആ ഒരു ഫയർ പ്രിവെൻഷൻ എന്നുള്ളത് ഒരു റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റിന്റെ നിലയിലേക്ക് ആൾക്കാർ കാണത്തില്ല. ആൾക്കാർക്ക് ഒരു ഈസി ആൻഡ് ഷോർട്ട് കംഫോർട്ട് ആണ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഒരു ലൈഫിനേക്കാളും പ്രധാനം. ആ ഒരു ഫോക്കസിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഇത് തീപിടുത്തം, നിങ്ങൾക്ക് തീപിടുത്തത്തിന്റെ ഒരു സയൻസ് മനസ്സിലായത്. അതെ, EV എങ്ങനെയാണ് അപ്പം? EV വെഹിക്കിൾസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. വെഹിക്കിൾസിനെ നമ്മളെ വിളിക്കാറ് ഇൻഫെർണോ ഓൺ വീൽസ് എന്നാണ്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന തീ പിടിക്കാൻ സാധ്യതയുള്ള എന്നല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീപ്പന്തം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ദാറ്റ് ഇസ് വെഹിക്കിൾസ്. അപ്പൊ EV എസ്പെഷ്യലി അങ്ങനെ പറയുന്നില്ല, കാരണം EV വളരെ കുറച്ചാണ് തീ പിടിക്കുന്നത്. പക്ഷെ പിടിക്കുമ്പോൾ വളരെ അധികം പിടിക്കും, കാരണം അതിൻ്റെ അകത്തുള്ള ബാറ്ററി സെൽസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു തീയെ കൂടുതൽ ആളാനും അത് അണയ്ക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുമാണ് അതിവിടെ വരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ കണക്കുകൾ നോക്കുവാണെങ്കിൽ 60 ടൈംസ് EVസിനെ കാട്ടി 60 ടൈംസ് കൂടുതൽ ഈ കമ്പഷൻ എൻജിൻസ് ആണ് കത്തുന്നത്. ഐസ് എൻജിൻസ് ആണല്ലേ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ ഇതിനെ നമ്മൾ EVയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെർമൽ റണ്ണവേ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കഴിഞ്ഞാൽ ഇറങ്ങി ഓടുക എന്നല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. കാരണം അതിന്റെ ഫ്യൂവല് ആഡഡ് ആയി അത് നിന്ന് കത്തിക്കൊണ്ടിരിക്കും. അതിനെ അണയ്ക്കാൻ പാടാണ്. അങ്ങനെയാണ്. ഇപ്പൊ EV മാത്രമല്ല, പക്ഷെ എന്തുകൊണ്ട് ആണ് ഈ പറയുന്ന തീപിടുത്തം ഈ വണ്ടികളിൽ ഉണ്ടാകുന്നത്? ചിലയിടങ്ങളിൽ വണ്ടിയുടെ മേക്കിങ്ങിന്റെ അകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇറക്കുന്ന മിക്ക വെഹിക്കിൾസും അത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച് താത്തിറക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ട്. അപ്പൊ അതിന്റെ തെർമൽ ബോക്സിംഗ് ഒക്കെ കുറയും. അപ്പൊ അത് ദാറ്റ് ലീഡ്സ് ടു എന്താണ്, ഹീറ്റ്, നേരത്തെ പറഞ്ഞ ആ ട്രയാങ്കിളിന്റെ അകത്തുള്ള ഹീറ്റ് വർദ്ധിക്കുകയും ആ വർദ്ധിക്കുന്ന ഹീറ്റ് അത് തീയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്യൂവൽ ലീക്സ് ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഒന്നും നമ്മുടെ ഇവിടുത്തെ പഴയ ലോറിയൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ജനിച്ച കാലം മുതലേ അങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഉണ്ടായ കാലം മുതലേ അതിനെ അങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ടെസ്റ്റ് അടിക്കും, ഇതിൻ്റെ അകത്തുള്ള മെക്കാനിസംസ് മാറുന്നില്ല, നേരെ കൊണ്ടുപോയി ടെസ്റ്റിന് മുമ്പേ പെയിന്റ് ഒക്കെ അടിക്കും, എന്നിട്ട് ടെസ്റ്റഡ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിടും. അപ്പൊ ഇതിന്റെ അകത്തുള്ള മെക്കാനിസംസിനെ കുറിച്ച് ആരും നോക്കുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ തീപിടുത്തം ഉണ്ടാവാം. പിന്നെ അടുത്ത നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇപ്പം നമ്മളിവിടെ റോഡെന്റിന്റെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും കറണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്പാർക്ക് ഉണ്ടായിട്ട് തീപിടുത്തത്തിലോട്ട് പോവാം. ഇതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ മിക്ക വണ്ടികളും 10,000 കിലോമീറ്റർ ആകുമ്പോൾ ടെസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ സർവീസിന് കയറ്റും, അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോയതിനു ശേഷം തിരിച്ചു വന്നിട്ട് നമ്മൾ സർവീസിന് കയറ്റണം. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ അതിന് നെഗ്ലക്ട് ചെയ്യും. ഈ നെഗ്ലക്റ്റുകളാണ് ഈ പറയുന്ന തീപിടുത്തത്തിന് കാരണമാവുന്നത്. അപ്പം നെഗ്ലിജൻസ് കുറയ്ക്കുക. രണ്ടാമത് കാർ കമ്പനികൾ അവരുടെ എന്താ പറയാ ഈ പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. ഒരു കാലത്ത് നമുക്കിവിടെ മിക്ക കാറുകളിലും എയർ ബാഗുകൾ ഇല്ലായിരുന്നു, എന്നാൽ ഇന്നിപ്പോൾ എയർ ബാഗുകൾ വരുന്നുണ്ട്. അപ്പൊ അതേ കണക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ നോംസ്. അതേ കണക്ക് തന്നെ ഒരു കൾച്ചർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. വണ്ടിയെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും. ഇപ്പം കാറൊക്കെ ഓടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ആണ് കൂടുതലും. അപ്പം ഞാനാണെങ്കിലും ഒരു കാർ ക്രൈസി പേഴ്സൺ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാറിന്റെ ഔട്ട്ലുക്ക് അല്ല, നമ്മളെപ്പോഴും കൊണ്ടുപോയിട്ട് കാറ് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇടുകയല്ല ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും കാറിന്റെ അകത്തെ മെക്കാനിസംസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം കാറിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി EVയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു
ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതായത് ബാറ്ററി കൂൾ ചെയ്യും, അതായത് ബാറ്ററിയെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് ബാറ്ററി കൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഫെയിലിയർ ഉണ്ടാവും. ഇത് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഹീറ്റ് കൂടുന്നു, നേരത്തെ പറഞ്ഞ നമ്മുടെ ഫയർ ട്രയാങ്കിൾ വർക്ക്ഔട്ട് ആവുന്നു, തീ പിടിക്കുന്നു. പക്ഷെ EVയുടെ കാര്യത്തിൽ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്യൂവലിനെ ഓഫ് ചെയ്യാനുള്ള ഒരു മെക്കാനിസംസ് ഇല്ല. ഇത് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങി ഓടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടി. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ EVയുടെ കാര്യം പറഞ്ഞല്ലോ. EVയില് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്കിപ്പം EV 2 വീലേഴ്സ് ഉണ്ട്, 3 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്, ബസ്സസ് വരെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു EV ബസ് കേരളത്തിലോ ഇന്ത്യയിലോ തീ പിടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതേസമയം ഒരുപാട് EV സ്കൂട്ടറും EV 4 വീലേഴ്സും ഒക്കെ തീ പിടിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും EV ബസ്സസ് ഇങ്ങനെ തീ പിടിക്കാത്തത്? നിങ്ങൾ ബസ്സിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ EV ബസ്സിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഉണ്ട്. അതെ, നേരെ തിരിച്ച് നിങ്ങൾ കാറിന്റെ സൈഡിൽ കൂടെ പോകും, EV കാറിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ EV കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടി നിങ്ങളുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ സൗണ്ട് ഇല്ല. പിന്നെ നിങ്ങളിപ്പോ ഏതൊർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബേസിക്കലി അതിന്റെ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതല്ല, അത് വളരെ പയ്യെ ഓടിച്ചു പോകുന്നെങ്കിൽ നമ്മളത് അറിയുന്നില്ല, സൗണ്ട് ഇല്ല. അപ്പൊ എന്തായിരിക്കും ഈ സൗണ്ട് ഇല്ലായ്മ? അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബസ്സുകളുടെ അകത്ത് EV സിസ്റ്റത്തിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാനും മറ്റും കാര്യം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം EV സിസ്റ്റത്തിന് നമുക്ക് കൂൾ ചെയ്യാം. എന്നാൽ നേരെ തിരിച്ച് ഈ പറയുന്ന സ്കൂട്ടറുകളിലോ കാറിലോ നമുക്ക് ആ ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂട് അതിൻ്റെ അകത്ത് നിൽക്കുകയും ഈ ചൂട് ലേറ്റർ ഈ തീപിടുത്തത്തിനോട്ടൊരു കാരണത്തിലോട്ട് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബസ്സുകളൊന്നും അങ്ങനെ കത്തിയിട്ട് കേട്ടിട്ടില്ലാത്ത. മനസ്സിലായി? അപ്പൊ ഇതൊരു വളരെ നല്ല കാര്യമാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഇതിന്റെ കേസിങ്, അപ്പം അത് ഈ IP67 ഒക്കെ ഉള്ള കേസിങ്സും കുറച്ച് സ്ട്രോങ് ആണ് ബസ്സിന്റെ ഒക്കെ കാര്യം വരുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഷോർട്ട് സർക്യൂട്ട് അതും ലീഡ് ചെയ്തിട്ട് ഉള്ള എന്താ പറയാ തീപിടുത്തം കുറയും. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ചില കാരണങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറയുന്ന കുറച്ച് ഗോൾഡൻ റൂളുകളുണ്ട്. അതായത് തീപിടുത്തം ഉണ്ടായാൽ, ഒരു വെഹിക്കിളിന് തീപിടുത്തം ഉണ്ടായാൽ എന്ത് ചെയ്യാം അറിയാവോ? ഇല്ല, അറിയില്ല. വളരെ സിമ്പിൾ ആണ്. അതായത് തീ കത്തുന്ന അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കത്തുന്ന മണമൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഓടുക. വേറൊന്നും ചെയ്യാനില്ല, ഓടുക. അപ്പൊ അന്നേരം നിങ്ങൾ മറ്റേ എമർജൻസിയിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് സെന്റർ വിളിച്ചിട്ട് എന്റെ കാറിൽ നിന്ന് പുക വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞാല് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്ന് മരിക്കും. എന്തെങ്കിലും പുക വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോൾഡൻ റൂൾ ഓടി തള്ളുക. ഈ വണ്ടിയിലും മൊത്തം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, അപ്പൊ ഫാസ്റ്റ് ആയിട്ട് കത്തി കയറി തീർച്ചയായിട്ടും ഇറങ്ങി ഓടുക എന്നുള്ളതാണ്. രണ്ടാമത് പുക വരുന്ന കാണുമ്പോൾ അതിന്റെ അകത്ത് ബോണറ്റിൽ എന്തോ പ്രശ്നം പറ്റി. പണ്ട് മറ്റേ സിനിമയിൽ പറയുന്ന പോലെ വണ്ടി കേടായാൽ നമ്മൾ എന്ത് ചെയ്യും? ബോണറ്റ് പൊക്കി നോക്കും. അങ്ങനെ നിങ്ങൾ ബോണറ്റ് പൊക്കി നോക്കാൻ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. അവിടെ ഇരിക്കുന്ന ബാറ്ററിയാണ് അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ EV അല്ലെങ്കിൽ കൂടി ബോണറ്റ് പൊക്കി നോക്കരുത്, ഓടുക എന്നുള്ളതാണ് പരിപാടി. അപ്പൊ ബോണറ്റ് പൊക്കി നോക്കാതിരിക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാക്വേഷൻ. ഈ ഓടുന്നതിനാണ് നമ്മൾ ഇവാക്വേഷൻ എന്നുള്ളത്. ബോണറ്റ് പൊക്കാതിരിക്കുക, വണ്ടിക്കകത്തിരുന്നുകൊണ്ട് സർവീസ് സെന്ററിൽ വിളിക്കാതിരിക്കുക, ഇറങ്ങി ഓടുക. ആൻഡ് ലാസ്റ്റ് എപ്പോഴും വണ്ടിയിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കീപ്പ് ചെയ്യുക. ഫയർ എക്സ്റ്റിംഗ്വിഷർ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അത് മറ്റേ പൗഡേർഡ് എക്സ്റ്റിംഗ്വിഷർ കിട്ടും. 10,000 രൂപയ്ക്കകത്തുള്ള സാധനമാണ്. ചെറിയൊരു കുപ്പിയുടെ സൈസേ കാണത്തുള്ളൂ. അത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു വലിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് എടുത്തോണ്ട് അടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഒരുപാട് തീ വരുവാന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. പുക വരുന്ന സമയത്താണെങ്കിൽ ഓക്കെയാണ്. ഒരുപാട് തീ വരുന്ന സമയത്ത് അതുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, മാറി ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇൻഷുറൻസിനെ ക്ലെയിം ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതുമാണ് കേട്ടോ. ആൾക്കാർ വണ്ടിക്ക് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കൂടുതൽ എടുക്കുന്ന പഴയ വണ്ടികളിൽ. അപ്പം ഇതൊരു പ്രശ്നമാണ്. അപ്പം ഇൻഷുറൻസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ചെയ്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യുക. ഇതും ഒരു ഗോൾഡൻ റൂളായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. കേട്ടോ. ഇപ്പൊ വെഹിക്കിളിന്റെ കാര്യം ചോദിച്ചോണ്ടാണ്. അപ്പം നമ്മൾക്കിപ്പോ അടുത്തിടയ്ക്ക് നമ്മളുടെ എന്താ പറയാ ഈ സേഫ്റ്റി മെക്കാനിസംസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കുറച്ച് ലോസ് ഇറക്കിയിട്ടുണ്ട്. അതിനെ നമ്മള് AIS കാറ്റഗറി, AIS എന്നാണ് പറയുക, AS 156 അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, നമ്മുടെ വണ്ടിക്കകത്ത് എന്തൊക്കെ വേണം. അപ്പം അതിൻ്റെ അകത്ത് നേരത്തെ ഒരെണ്ണം പറഞ്ഞു, ഒരു സ്ട്രോങ് BMS സിസ്റ്റം. അതായത് നമ്മൾ ഇലക്ട്രിക് കാർ മേടിക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് BMS സിസ്റ്റം വേണം. ആൻഡ് രണ്ടാമത്തെ കാര്യം നമ്മുടെ IP67 എന്ന് പറയുന്ന വാട്ടർ ഡസ്റ്റ് പ്രൂഫിംഗ് മെക്കാനിസം ആണ്. ഇത് രണ്ടും വളരെ
കൃത്യനിഷ്ഠയോടുകൂടി തന്നെ കാറുകളിൽ കൊണ്ടുവരണം എന്ന് ഗവൺമെന്റ് നിയമം ഇറക്കുന്നുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ സീറ്റ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ABS വേണം, അത് കണക്ക് നമുക്ക് എയർ ബാഗുകൾ വേണം എന്ന് പറയുന്ന പോലെ EV-യിൽ വളരെ കർശനമായിട്ട് ഈ BMS വളരെ സ്ട്രോങ് ആയിട്ടുള്ള BMS സിസ്റ്റം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫിംഗ് മെക്കാനിസം വേണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഇത് ഇത്രയും പറഞ്ഞല്ലോ, നമ്മളിപ്പം ഇത്രയും സംസാരിച്ചത് മൊത്തം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ സയൻസും അതിന്റെ റേറ്റിംഗ് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളിപ്പം ഇന്ത്യ പോലൊരു രാജ്യം എടുക്കുക, ഇപ്പം ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഡെമോക്രസി കൊണ്ടുവന്നപ്പം ആദ്യ ഇലക്ഷൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്, ലിറ്ററസി റേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിഹ്നമാണ് വോട്ടിങ്ങിന് യൂസ് ചെയ്തത്. എന്നുവെച്ചാൽ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചിഹ്നം വെച്ചിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നമ്മുടെ ഇന്നത്തെ ഇന്ത്യ നോക്കിയാലും മേ ബി വളരെ നല്ലൊരു വിഭാഗത്തിനും പെട്ടെന്ന് IP67 എന്താണെന്നോ ഇല്ലെങ്കിൽ BMS എന്താണെന്നോ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വൈറ്റ് ഗുഡ്സ് ഇല്ലേ, ഇലക്ട്രോണിക് ഗുഡ്സ്, അതിലെല്ലാം നമ്മൾ ഈ വോൾട്ടേജ് റേറ്റിംഗ് കാണും, ഇലക്ട്രിക് കൺസപ്ഷൻ, അത് എല്ലാവർക്കും ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി റേറ്റിംഗ് ഈ വാഹനങ്ങൾക്കും ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഒരു കൊണ്ടുവരുന്നത് അതെ, ഒരു 5 സ്റ്റാർ മെക്കാനിസം മേടിക്കുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് നോക്കുന്ന പരിപാടി തീർച്ചയായിട്ടും വളരെ നല്ലൊരു. ഏതൊരു ഹോളും നമ്മൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിപ്പോ ഒരാൾ എന്നോട് അവർക്ക് കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി റേറ്റിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ മതി. അതൊരു 4 സേഫ് ഔട്ട് ഓഫ് 5 ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. അപ്പം അതിന്റെ ഓണേഴ്സിനും അത് കംപ്ലൈൻസ് ആക്കാനുള്ള ഒരു നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പം നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതെ, പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇതിനൊക്കെ ഒരു ഇന്ത്യയിൽ നിയമം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിയമമുണ്ട്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ, ഫയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. സ്റ്റേറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് നിയമം അതിന് സെന്ററിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്റ്റേറ്റുകൾ അത് അംഗീകരിച്ചിട്ട് സ്റ്റേറ്റുകൾ സ്വന്തമായിട്ട് അത് കൊണ്ടുവരണം. പല സ്റ്റേറ്റുകളിലും അങ്ങനെ ഒരു സ്ട്രോങ് എന്താ പറയാ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ലോ ഇല്ല, സെൻട്രലൈസ്ഡ് ലോയും ഇല്ല. അപ്പം ഇതൊരു വളരെ വലിയ തകരാറിലോട്ട് പോവാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകളിലും മിക്ക സ്റ്റേറ്റുകളിലും നമുക്കൊരു NOC സർട്ടിഫിക്കേഷൻ വേണം ഇപ്പോൾ ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന്. അപ്പം 2 രീതിയിലുള്ള NOC ആണ് കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രൊവിഷണൽ, അത് കെട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രൊവിഷണൽ NOC കിട്ടും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ NOC കിട്ടും. ഈ പ്രൊവിഷണൽ NOCയും ഫൈനൽ NOCയും നമ്മൾ ബ്രൈബ് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ കിട്ടുന്ന മെക്കാനിസംസിൻ്റെ അകത്ത് അവിടെ പോയി ഇൻസ്പെക്ഷൻ നടത്തി അത് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇപ്പോൾ പലയിടങ്ങളിലും വിദ്യാലയങ്ങളിൽ തീപിടുത്തം വന്ന സിനിമകളും കഥകളും ഉണ്ട്. അപ്പം അതിനുള്ള കാരണം ഈ പറയുന്ന സേഫ്റ്റി മെക്കാനിസംസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത്. മുതൽവൻ എന്ന് പറഞ്ഞിട്ട് സിനിമ കാണുവാണെങ്കിൽ അത് മനസ്സിലാവും. വാദ്യാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, വാദ്യാറിൻ്റെ അകത്ത് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തമിഴിലാട്ടോ ഇതൊക്കെ, അർജുൻ സർജയുടെ സിനിമയാണ്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഇത് പറയുന്നുണ്ട്. അല്ലാതെ പല സിനിമകളിലും ഇത് കാണാൻ പറ്റും തീപിടുത്തം. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളിലോ ബിൽഡിങ്ങുകളിലോ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി നോക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് കോഡ് പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു വലിയ ഗ്യാപ്പായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇതൊരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ്റെ അകത്തുള്ളൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വേറൊരു ഇഷ്യൂ, വേറെ 2 ബോഡികൾ തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ട്. ഇപ്പം കേരളം എടുക്കുവാണെങ്കിൽ കേരളത്തിലൊരു നമ്മൾ ഫയർമാൻ എന്ന് പറയുന്ന PSCക്കൊക്കെ എക്സാം ഉണ്ട് അല്ലേ. ഇപ്പം നമുക്കൊരു ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ സ്റ്റേറ്റ് സബ്ജക്റ്റിലുള്ള സാധനം എവിടെ കിടക്കുന്നത്? മുനിസിപ്പാലിറ്റിക്കകത്താണ് കിടക്കുന്നത്. മുനിസിപ്പാലിറ്റി ആണ് ഇത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ കറക്റ്റ് എന്ന് പറയാൻ 243W എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ അകത്താണ് ഈ ഫയർ ആൻഡ് സേഫ്റ്റി കിടക്കുന്നത്. മുനിസിപ്പാലിറ്റിയാണ് നോക്കേണ്ടത്. അപ്പം മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബിൽഡിങ്ങിന് അനുവാദം കൊടുക്കുന്നുണ്ട്. NOC മേടിക്കേണ്ടത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സൈഡിൽ നിന്നാണ്. അപ്പം ഇതിന്റെ അകത്ത് ഒരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി NOC കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ ബിൽഡിംഗ് ഓക്കുപ്പൈ ചെയ്യും, അവിടെ എന്താ പറയാ പരിപാടികൾ തുടങ്ങി, അതായത് ബിൽഡിങ്ങിന്റെ ഫങ്ഷനിങ് തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തിലോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ആക്സിഡന്റിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം പരിഹരിക്കണം. അതിനൊരു സെൻട്രലൈസ്ഡ് നിയമം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഗോൾഡൻ റൂൾ അല്ലെങ്കിൽ ഗോൾഡൻ സേഫ്റ്റി മെക്കാനിസം പറയുന്ന സ്ഥലമാണ് NBC, നാഷണൽ ബിൽഡിംഗ് കോഡ്. 2016 വന്നതാണ്. പക്ഷേ ഇവിടെയും പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി ഡോക്യുമെന്റ് അല്ല.
അപ്പം അതൊരു അഡ്വൈസ് ഡോക്യുമെന്റ് മാത്രമാണ്. പക്ഷെ വളരെ വൃത്തിയുള്ള പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, തീ പിടിക്കാൻ പറ്റിയ സ്ഥലങ്ങളെ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലങ്ങളെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലുള്ള സ്ഥലങ്ങളെ നമ്മൾ സോണായിട്ട് മാറ്റിയിട്ട് ഇവിടെ തീപിടുത്തം ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അത് കണക്കിന് ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ അകത്ത് എന്തൊക്കെ വേണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓടിയിട്ട് പുറത്ത് പോയി നിൽക്കാൻ പറ്റുന്ന, അതായത് എയർ കിട്ടുന്ന ഒരു സ്ഥലം, അവിടെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൽ. അതായത് എക്സിറ്റ് വേസ് നമ്മൾ കറക്റ്റിന് ബോർഡ് എഴുതി കാണിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഫയർ എക്സിറ്റ് എവിടോട്ടാന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ മെക്കാനിസംസ് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതൊരു റെക്കമെൻഡേറ്ററി പരിപാടി മാത്രമാണ്. അപ്പൊ അതിന് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റേറ്റിന്റെ ഇപ്പൊ മഹാരാഷ്ട്രക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫയർ സേഫ്റ്റി നോംസ് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അപ്പൊ അതേപോലെ എല്ലാ സ്റ്റേറ്റുകളും ഈ സാധനം അവരുടെ ലോയിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, നാഷണൽ ബിൽഡിംഗ് കോഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആവത്തുള്ളൂ. പിന്നെ അതേ കണക്ക് തന്നെ ഒരു ലയബിലിറ്റി കൊണ്ടുവരണം. അതായത് ഇപ്പൊ ഞാനിവിടെ എൻ്റെ ബിൽഡിംഗ് കൊണ്ട് കെട്ടി ഞാൻ ഈ പ്രോപ്പർ ആയിട്ടുള്ള മെക്കാനിസംസ് ഒന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തീ പിടിച്ച്, അപ്പൊ ആ തീപിടുത്തം ഞാൻ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്ക് വേണ്ടി വരണം? ഈ പറയുന്ന ബിൽഡിംഗ് ഉടമയായ എനിക്ക് വരണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കണക്കിന് ഇൻഷുറൻസ്, ബിൽഡിങ്ങുകൾക്കാണെങ്കിലും എല്ലാത്തിനും ഇൻഷുറൻസ് സ്ട്രോങ് ആക്കുക. അപ്പൊ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലയിടങ്ങളിലുള്ള പ്രശ്നം 50% ഇൻഷുറൻസ്, 20% ഇൻഷുറൻസ്, ഇങ്ങനെ ഇൻഷുറൻസിന് ഇന്ത്യയിൽ കുറെ ക്രൈറ്റീരിയകളുണ്ട്. അപ്പൊ അതൊക്കെ മാറിയിട്ട് ഒരു പ്രോപ്പർ ഇൻഷുറൻസ് മെക്കാനിസം സിസ്റ്റം നമുക്കിവിടെ കൊണ്ടുവരണം. പിന്നെ നമ്മളുടെ സിറ്റി പ്ലാനിങ്, ഇപ്പം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അതിര് ഇളക്കിയിട്ട് അപ്പുറത്തെ വീട്ടിന് അപ്പുറത്തെ വീട്ടുകാർ ഒരിത്തിരി മാറ്റിയിട്ടാൽ തന്നെ തല്ലും പ്രശ്നമാണ്. പലയിടങ്ങളിലും ഇപ്പം ഭീമന്റെ വഴി എന്ന് പറഞ്ഞ സിനിമ കാണുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു അസുഖം വരുമ്പം അയാളെ പുറത്തോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഒരു ഫയർ എഞ്ചിൻ കയറി പോകാൻ പോകുന്നില്ല. അപ്പൊ ഓരോ ബിൽഡിങ്ങുകളുടെ ഇടയിലും ഫയർ എഞ്ചിൻ കറക്റ്റിന് കയറി പോകാനും അവരുടെ മെക്കാനിസംസ് യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്താൽ മാത്രമേ ഈ ഫയർ ഉണ്ടായതിനു ശേഷം അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ മിറ്റിഗേഷൻ നമുക്ക് എളുപ്പമാവും. മനസ്സിലാവും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഇവിടെ ഇഷ്ടം പോലെ ഫയർ ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സൂരജ് പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായിട്ടും ആസ് സിറ്റിസൺസ് നമ്മൾ ഭയങ്കരമായിട്ട് അവെയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അതായത് നമ്മുടെ കൾച്ചറൽ ഡെഫിസിറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ കൾച്ചറുള്ള ആൾക്കാരാന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ഓസ്ട്രേലിയയിൽ ഒരു വൻ തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം ഒരാൾ സിഗരറ്റ് കത്തിച്ചിട്ട് ഇട്ടതാണ്. മനസ്സിലായി. ഇപ്പൊ ചിലയിടങ്ങളിൽ ചില ആൾക്കാർ ഗ്യാസ് ഊറ്റി കത്തിച്ചിട്ട് ഓഫ് ചെയ്യാൻ മറന്നു. അപ്പം നമ്മൾ ഈ അശ്രദ്ധ കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. 2, നിയമ സംവിധാനങ്ങൾ ടൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അത് പാലിക്കേണ്ട ഒരവസ്ഥ അവിടുത്തെ സിറ്റിസൺസിന് ഉണ്ടാക്കുക. റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്, അതാണ് നമുക്ക് വേണ്ടത്. അതെ. അപ്പൊ ശരിക്കും തീ അല്ല പ്രശ്നം, ഈ തീയെ ഒരു തീപിടുത്തമാക്കി മാറ്റുന്ന മനുഷ്യന്റെ നെഗ്ലിജൻസും ആറ്റിറ്റ്യൂഡുമാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതെ. അപ്പൊ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വരാം. യെസ്. അതുവരെ ബൈ.